നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കിടുന്നത് കുറച്ച് വ്യത്യസ്തമാർന്ന ഞങ്ങളുടെ വിശേഷങ്ങളാണ്. ആദ്യമേ ഞാനിന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഷർട്ട് കണ്ടല്ലോ. ഈ ഷർട്ട് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഒരു പുതിയ ഷർട്ടാണ്. എൻ്റെ വൈഫ് ഇന്ന് ബർത്ത്ഡേ ആണെന്നുണ്ട് ആളൊരു ഗിഫ്റ്റ് തന്നതാണ്. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേകളൊക്കെ കടന്നുപോയി, ഈ ബർത്ത്ഡേയും കടന്നു പോകും. നമ്മുടെ ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ മനസ്സിലുള്ള ആഗ്രഹങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ജീവിതകാലം മുഴുവൻ. അപ്പോൾ ഇന്ന് ആദ്യമേ എനിക്ക് പറയാനുള്ളത് ദൈവത്തിനോട് നന്ദിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നാൾ എന്താ പറയുക, പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ ജീവിക്കാൻ അവസരം തന്നതാണ്. കാശോ അല്ലെങ്കിൽ മറ്റുള്ള ഘടകങ്ങളൊന്നല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രധാനമായി കാണുന്നു ആരോഗ്യം തന്നെയാണ്. ആരോഗ്യം എന്നുള്ളത് എന്താ പറയുക, ജന്മനാ കിട്ടുന്ന ഭിന്നശേഷിത്വമോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നുമില്ല. നമുക്കറിയാലോ, ആരോഗ്യം എന്നുള്ളത് നമ്മുടെ മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പലവിധ അസുഖങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലാണ്, അല്ലെങ്കിൽ അസുഖങ്ങൾ വരാതെ ഇരിക്കുക എന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്പോർട്സ് അല്ലെങ്കിൽ കായികപരമായിട്ടെല്ലാം ചെയ്യുന്നതുകൊണ്ട് ഇപ്പോഴും ഞാൻ ഡെയിലി എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മുടെ സാധാരണ ആൾക്കാർക്ക് വരുന്ന പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, അങ്ങനത്തെ യാതൊരു വക അസുഖങ്ങളില്ല. അതുപോലെ തന്നെ എന്താ പറയുക, വളരെ ഹെൽത്തി മൈൻഡാണ്, ഹെൽത്തി ആൻഡ് പോസിറ്റീവ് മൈൻഡാണ്. മുന്നിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവ് ചിന്താഗതിയോടെ ആണ് ഞാൻ സമീപിച്ച് പോരുന്നത്. ആയതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മനസ്സും ജീവിതവും സദാസമയം ഹാപ്പിയാക്കി വയ്ക്കുവാൻ സാധിക്കുന്നു. നിങ്ങളും അതുപോലെ ശ്രമിക്കുക. സാധാരണ ആളുകളിൽ കണ്ടുവരുന്ന ദുശ്ശീലങ്ങളൊന്നും നിലവിൽ എനിക്കില്ല, ഇനിയും ഉണ്ടാകുകയില്ല. അതുതന്നെയാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. മദ്യപാനം, പുകവലി അല്ലെങ്കിൽ മറ്റുള്ള ഞാൻ ഉപയോഗിക്കാറില്ല. ചായ പോലും കുടിക്കാറില്ല. അകപ്പച്ചവെള്ളം മാത്രമാണ് കുടിക്കുന്നത്. ചിലരൊക്കെ തിളപ്പിച്ച വെള്ളങ്ങൾ കുടിക്കുന്ന ഒരു ശീലക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ തിളപ്പിച്ച വെള്ളം പോലും ഉപയോഗിക്കാറില്ല. പച്ചവെള്ളം മാത്രമാണ് കുടിക്കുന്നത്. അപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കുക, ഈശ്വരൻ തന്നിരിക്കുന്ന നമ്മുടെ ജീവിതം സന്തോഷത്തോടെ ജീവിക്കുക, അതാണ് പ്രധാന കടമ. ഇന്ന് ബർത്ത്ഡേ ദിവസമായതുകൊണ്ട് നമ്മളൊക്കെ ചെറുതായിട്ട് ഈശ്വര വിശ്വാസികളാണ്. ഞങ്ങൾ ഇന്ന് കാലത്ത് തന്നെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി ദൈവത്തിൻ്റെ അനുഗ്രഹം തേടി. അപ്പോൾ വളരെ സന്തോഷമാണ്. നമുക്ക് നമ്മുടെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രമാണ് അമ്പലങ്ങളിലൊക്കെ പ്രത്യേകിച്ചും പോകുക എന്നത് ഒരു എന്താ പറയുക, സന്തോഷമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കാലത്ത് തന്നെ എൻ്റെ വൈഫ് വാങ്ങി തന്ന, എൻ്റെ വൈഫ് മിനി, അദ്ദേഹം വാങ്ങി തന്ന ഷർട്ടും മുണ്ടൊക്കെ ധരിച്ച് കൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി. അപ്പോൾ അമ്പലം ഞങ്ങളെ പോലുള്ള ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ലേശം ബുദ്ധിമുട്ടാണ് അമ്പലത്തിൽ പോകുവാൻ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ സമയവും ചെരുപ്പ് ഉപയോഗിച്ചിട്ടാണ് നടക്കുന്നത്. എനിക്ക് ചെരുപ്പില്ലാതെ നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാല് നിലത്ത് വയ്ക്കുമ്പോൾ, കല്ലൊക്കെ കുത്തി ഇറങ്ങുമ്പോൾ കാല് ഭയങ്കര വേദനയായിരിക്കും. ഒട്ടും നടക്കാൻ പറ്റില്ല. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നടക്കാറ്. അപ്പോൾ ഭിന്നശേഷിക്കാരനായതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ നിൽക്കണ്ട. അത് അമ്പലത്തിലല്ല, എവിടെ ചെന്നാലും ക്യൂ നിൽക്കണ്ട. പക്ഷേ വേദനയൊക്കെ കടിച്ചമർത്തി നമ്മുടെ ഒരു എന്താ പറയുക, ദൈവത്തിൻ്റെ ദർശനത്തിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി
വളരെ കഷ്ടപ്പെട്ട് തന്നെ നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ചെരുപ്പില്ലാതെ. ആ ബുദ്ധിമുട്ടിനൊക്കെ തരണം ചെയ്ത് ദേവിയെ കണ്ടു. ദേവിയുടെ അനുഗ്രഹം കിട്ടി, അനുഗ്രഹം തേടി സന്തോഷമുണ്ട്. നമ്മുടെ അമ്പലത്തിൻ്റെ ചുറ്റുപാടുള്ള വിശേഷങ്ങളും ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എനിക്ക് ബർത്ത്ഡേ സദ്യ ഒരുക്കിയിരിക്കുകയാണ്. അങ്ങനെ കാര്യമായിട്ട് വലിയൊരു ആഘോഷമൊന്നുമല്ല, എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷം, സ്വന്തം ഭർത്താവിന് ഒരു സദ്യയൊക്കെ വെച്ച് അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷം. 2 കൂട്ടുകറികളുണ്ട്, അവിയല്, അതുപോലെ തന്നെ തോരൻ, പിന്നെ സാമ്പാർ, പപ്പടം, പാലട, പായസം, ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്നേഹനിധിയായിട്ടുള്ള ഭാര്യമാരാണ് എന്നും ഭർത്താക്കന്മാരെയൊക്കെ സപ്പോർട്ടായി നിൽക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ സ്നേഹനിധിയായിട്ടുള്ള ഭാര്യ ഒരുക്കിയിരിക്കുന്ന ഈ സദ്യ ഒന്ന് കഴിക്കാം. വളരെ രസകരമായിട്ടുള്ള സദ്യകളാണ്. എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് തന്നെ ആള് വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാകും. ഇത് കിഷോർസ് വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സാമ്പാർ പൊടി കൊണ്ട് വെച്ച സാമ്പാറാണ്. ഞങ്ങളുടെ സാമ്പാർ ഭയങ്കര ടേസ്റ്റാണ് സാമ്പാർ. അപ്പം ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ പെരുന്നാൾ സദ്യ കഴിച്ചിരിക്കുകയാണ്.
Happy birthday to you. Happy birthday to you, Kishore sir. Happy birthday, Mashe. Happy birthday, Mashe. Celebrate today. It's your special day. ഞാനൊരു ആർച്ചറി കോച്ചാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. ഞങ്ങളുടെ അക്കാഡമിയിൽ ആർച്ചറി പഠിക്കുന്ന നിരവധി കുഞ്ഞുമക്കളും വലിയ മക്കളൊക്കെ ഇന്ന് ബർത്ത്ഡേ വിഷസ് എനിക്ക് അറിയിക്കുകയുണ്ടായി. വളരെ സന്തോഷം. എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും. ഞങ്ങളുടെ കായിക താരങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ഭാവിയിൽ എൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ അക്കാഡമിയിൽ പഠിക്കുന്ന എല്ലാ കായിക താരങ്ങളും ഒരു ദേശീയ അന്തർദേശീയ മെഡലുകൾ കരസ്ഥമാക്കണമെന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഇന്നെനിക്ക് വിഷസ് അറിയിച്ച എല്ലാ കായിക താരങ്ങളും ഭാവിയിൽ വലിയ വലിയ ഉയരങ്ങൾ കൈവരിക്കട്ടെ എന്നും ആശംസിക്കുന്നു. വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളും ചെറിയ ചെറിയ വിശേഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിൽ പണ്ടൊക്കെ വളരെ ശക്തമായിട്ട് വാക്കുകളൊക്കെ ഇടമുറിയാതെ സംസാരിക്കാൻ സാധിച്ചിരുന്നു. ഇപ്പം എന്താണെന്ന് തോന്നുന്നത്, പ്രായത്തിൻ്റെ ഒരു കാരണം കൊണ്ടാണെന്ന് തോന്നുന്നത്. ചില സമയത്തൊക്കെ തപ്പലും തടയലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒഴുക്കൻ മട്ടനിലുള്ള ഒരു വർത്തമാനം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചെറുതായിട്ട് ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങളും അല്ലെങ്കിൽ ഞങ്ങളുടെ ചെറിയ വീഡിയോസും ചെറിയ പ്രവർത്തനങ്ങളും നിങ്ങൾ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് നന്ദിയും അറിയിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്തൊരു ദിവസം പുതിയൊരു വിശേഷമായി പുതിയൊരു പ്രവർത്തനമായി നമുക്ക് വീണ്ടും കാണാം.